എനിക്ക് വേണ്ടി ഒരു കോട്ട ഒരുക്കി തന്ന ആരാധകർക്ക് വേണ്ടി ഞാൻ സിനിമ ഉപേക്ഷിക്കുന്നു. ഇതാണ് കഴിഞ്ഞ ദിവസം വിജയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു പ്രസ്താവന. ഏറ്റവും ഒടുവിലത്തെ, അതായത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഏറ്റവും ഒടുവിലായി അഭിനയിച്ച് ജനനായകൻ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിന്റെ ചടങ്ങിൽ വെച്ചായിരുന്നു അദ്ദേഹം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ആരാധകർ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അദ്ദേഹം സിനിമയിൽ തന്നെ തുടർന്നു പോയെങ്കിൽ എന്നല്ലേ ഇപ്പോൾ പലരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ ഫോട്ടോസ് ഷെയർ ചെയ്തുകൊണ്ട് പലരും, പല വിജയ് ഫാൻസും അതിന്റെ അടിക്കുറിപ്പ് കൊടുക്കുന്നത് എങ്ങനെയാണ്, നിങ്ങൾ രാഷ്ട്രീയത്തിൽ പോകാതെ തിരികെ സിനിമയിൽ തന്നെ വരാൻ ഞങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ നിങ്ങൾ തിരികെ വരും എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ശരിക്കും വിജയ് എന്ന് പറയുന്നത് ഒരു നടനാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയം വഴങ്ങുമോ എന്നുള്ള കാര്യം വളരെ വലിയ സംശയമുള്ള കാര്യമാണ്. കാരണം നമ്മൾ കരൂർ ദുരന്തമുണ്ടായ സമയത്തെല്ലാം നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് രാഷ്ട്രീയം വഴങ്ങുന്നില്ല. ഇപ്പോൾ അത് ചിലപ്പോൾ വർഷങ്ങളായുള്ള എക്സ്പീരിയൻസ് കൊണ്ട് നടക്കുമായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന് കുറച്ചുകൂടെ വഴങ്ങുന്ന മേഖല സിനിമ തന്നെയായിരുന്നു. അതെ, അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക സിനിമകളിലും അദ്ദേഹം ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തകനായും ജനനായകനായും, അതായത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറങ്ങുന്ന സിനിമയുടെ ആ ഒരു പേര് അത്രത്തോളം അർത്ഥവത്താണ് വിജയുടെ കാര്യത്തിൽ. കാരണം മുൻപിറങ്ങിയ പല സിനിമകളുടെയും കഥ ഏതാണ്ട് ഒന്ന് തന്നെയായിരിക്കും. ഏറ്റവും ഒടുവിൽ എല്ലാ വില്ലന്മാരെയും അടിച്ചമർത്തിക്കൊണ്ട് ആ ഒരു ഏരിയയിലുള്ള അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിലെ ജനങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു നായകൻ ആയിട്ടാണ് പല സിനിമകളിലും വിജയ് പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് കഥയുടെ കഥാതന്തുവിൽ ചെറിയൊരു മാറ്റം മാത്രമാണ് നമ്മൾ ഇത്രയും നാൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ജനനായകനായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും വലിയൊരു രാഷ്ട്രീയ പ്രവർത്തകനായി അല്ലെങ്കിൽ അത്രയും വലിയൊരു നേതാവായി മാറുന്ന, ഏറ്റവും ഒടുവിൽ ഒരു നേതാവായി ക്ലൈമാക്സിൽ വരുന്ന വിജയെ തന്നെയാണ് ഇനി ജീവിതത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്നാണ് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. പക്ഷെ അത് എത്രത്തോളം ആണ് എന്നുള്ളത് കരൂർ ദുരന്തത്തിന് നമുക്ക് മനസ്സിലായതാണ്. ഒരു ഹൈപ്പിന് വേണ്ടി 5-6 മണിക്കൂർ ലേറ്റായി ആ ഒരു വേദിയിലേക്ക് വരിക, അത് പലരുടെയും മരണത്തിന് കാരണമാകുക, പലരുടെയും ആരോഗ്യസ്ഥിതി മോശമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുക. അദ്ദേഹത്തെ കാണാൻ വന്ന സമയത്ത് പോലും ഇദ്ദേഹം ഇനി രാഷ്ട്രീയത്തിൽ വേണ്ട, അല്ലെങ്കിൽ സ്നേഹത്തോടെ കാണാൻ വന്നവർ പോലും പിന്നീട് തള്ളി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കരൂർ ദുരന്തം മാറുന്നതും നമ്മൾ കണ്ടു. കരൂർ ദുരന്തത്തിൽ വിജയ്ക്ക് മാത്രമല്ല പിഴവ് സംഭവിച്ചിട്ടുള്ളത്, അവിടുത്തെ സർക്കാരിനും പോലീസിനും എല്ലാവർക്കും പിഴവ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്തു എന്നതിലാണ് അദ്ദേഹത്തിന് പിഴവ് സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ അതിനുശേഷം ആദ്യമായിട്ട് ഇട്ട വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു അദ്ദേഹത്തിന് നന്നായി അഭിനയിക്കാൻ അറിയാം, എഴുതി കൊടുത്ത പ്രസംഗങ്ങൾ നന്നായി പറഞ്ഞ് പഠിച്ച് പറയാൻ അറിയാം. അതെല്ലാം വ്യക്തമായി ചെയ്യുന്ന ഒരു നടൻ എന്നതിലുപരി രാഷ്ട്രീയത്തിലെ അയാൾക്ക് സ്ഥാനമുണ്ട്. കാരണം രാഷ്ട്രീയത്തിലല്ല, പൊതുജനത്തിന്റെ മനസ്സിൽ സ്ഥാനമുണ്ട്. അത് എത്രത്തോളം വോട്ട് ബാങ്കുകളിലേക്ക് വീഴും, വോട്ട് പെട്ടികളിലേക്ക് എത്ര TVK എന്ന് എഴുതി വീഴും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പക്ഷേ വലിയ ഒരു ജനപിന്തുണ അവിടെ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ വിജയ് സിനിമകൾ കാണാൻ വേണ്ടിയിട്ട് ആരാധകർ തിങ്ങി നിറയുന്നത് പോലെ തന്നെ അദ്ദേഹം പറയുന്നത് കേൾക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വന്നു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി മാത്രമല്ല അദ്ദേഹം പറയുന്നത് കേൾക്കാനും. ഈ ഹർഷ നേരത്തെ പറഞ്ഞ പോലെ സിനിമകളിലെല്ലാം ഒരു രക്ഷകൻ പരിവേഷം, നായകനല്ല രക്ഷകൻ പരിവേഷമാണ് അദ്ദേഹത്തിന് എല്ലാ സിനിമകളിലും ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള രക്ഷകൻ പരിവേഷങ്ങൾ സാധാരണ ജീവിതത്തിലും ഒരു റിയൽ ലൈഫിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഒട്ടുമിക്ക എല്ലാ ആരാധകരും അല്ലെങ്കിൽ പൊതുജനവും ഇങ്ങനെ വിശ്വസിച്ചിരിക്കുന്നത്. അതെ, പക്ഷെ അപ്പോൾ പോലും ഇവിടെ ഒരു സംശയം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ജീവിതത്തിലെ രാഷ്ട്രീയക്കാരനായി പറയുന്ന തമിഴ്നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ളത് നമുക്കിനി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ അപ്പോഴും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി, അദ്ദേഹത്തോടുള്ള ഇഷ്ടം കൊണ്ട്, അതായത് വിജയ് എന്ന രാഷ്ട്രീയക്കാരനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, വിജയ് എന്ന താരത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ് ആ വരുന്നവരിൽ 90% ആളുകളും വരുന്നത്. സിനിമയിലെ കണ്ടിരിക്കുന്ന പല പ്രസംഗങ്ങളും കണ്ട് കോരിത്തരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ സിനിമയിലെ പല പ്രസംഗങ്ങളും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചുകൊണ്ടിരുന്ന പല സാധാരണക്കാരുമാണ് ഇത്തരത്തിൽ അദ്ദേഹം വരുന്ന വേദിയിൽ ഇങ്ങനെ വന്ന് നിന്നുകൊണ്ട് മണിക്കൂറുകളോളം കാത്തു നിന്നുകൊണ്ട്, പച്ചവെള്ളം പോലും കുടിക്കാതെ നിന്നുകൊണ്ട്, സ്വന്തം ജീവൻ പോയാലും കുഴപ്പമില്ല, ഒരു നോക്ക് വിജയെ കാണാൻ സാധിച്ചെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആളുകളായിട്ട് നമ്മൾ ആ ഒരു കരൂരിൽ പോലും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ പറയുന്ന ഓഡിയോ ലോഞ്ചിൽ പോലും ലക്ഷക്കണക്കിന് ആളുകളാണ് ഇദ്ദേഹത്തെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നത്, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ വന്നത്. പക്ഷേ സിനിമയിൽ നിന്നും അദ്ദേഹം പറയുന്നുണ്ട് കൃത്യമായി, ഞാനിവിടെ വന്നപ്പോൾ ഒരു മണൽക്കൂന നിർമ്മിക്കും എന്നുള്ള പ്രതീക്ഷയിൽ മാത്രമാണ് സിനിമയിലേക്ക് ഇറങ്ങി തിരിച്ചത്. പക്ഷെ അദ്ദേഹം
ഒരു കൊട്ടാരമാണ് അദ്ദേഹത്തിന് ജനങ്ങൾ സമ്മാനിച്ചത് എന്നുള്ളത്. അത് അദ്ദേഹത്തിന്റെ അഭിനയ പാടവം കൊണ്ട് തന്നെയാണ്. അതിനപ്പുറം രാഷ്ട്രീയപരമായി ഒരു അഭിനയം കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? നമ്മുടെ നാട്ടിൽ തന്നെ പല രാഷ്ട്രീയ നേതാക്കന്മാരും സിനിമയിൽ നിന്നും ഇറങ്ങി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ പലരും പിന്നീട് രാഷ്ട്രീയത്തിൽ ക്ലച്ച് പിടിക്കാതെ വീണ്ടും സിനിമയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, തമിഴ്നാട്ടിലും ഇത് പലതവണയായി നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ വീണ്ടും വിജയുടെ കാര്യങ്ങളും വിജയും അത്തരത്തിൽ സിനിമയിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? ഇല്ല. കാരണം ഹർഷ, കേരളം പോലെയല്ല തമിഴ്നാട്, തമിഴ്നാട്ടിലുള്ള ആരാധകരെ പോലെ അല്ല കേരളത്തിലുള്ള ആരാധകർ, അതുപോലെയല്ല കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ വിജയുടെ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് ഓടുന്ന ആൾക്കാരെന്ന് പറയുന്നത് അദ്ദേഹം എന്ന നടനെ മാത്രമല്ല ഇഷ്ടപ്പെടുന്ന, അദ്ദേഹം എന്ന വ്യക്തിയെ കൂടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. വലിയ താരാരാധനയ്ക്ക് പുറകെ പോകുന്ന ആൾക്കാരാണ് എല്ലാം തന്നെ. ഇപ്പോൾ വിജയുടെ ആദ്യ കുറച്ച് വർഷങ്ങൾ ഉറപ്പായും രാഷ്ട്രീയ ജീവിതത്തിൽ വൻ വിജയമായി തന്നെ ആൾക്കാർ ഇതിനെ കൊണ്ടാടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കുറച്ചു നാളുകൾക്ക് ശേഷം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന ഭരണത്തിന്റെ അതിനേക്കാൾ മികച്ചതല്ല, അതിനോളം വരില്ല എന്നുള്ളൊരു തോന്നലുണ്ടായാൽ മാത്രമേ വിജയ് രാഷ്ട്രീയത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുള്ളൂ. ആദ്യത്തെ കുറെ വർഷങ്ങൾ വളരെ മികച്ച രീതിയിൽ തന്നെ പോകും. കാരണം ഈ പറഞ്ഞ ആരാധകർ അദ്ദേഹത്തെ വിജയ് എന്ന നടനെ കാണാൻ വേണ്ടി മാത്രമല്ല, വിജയ് എന്ന വ്യക്തിയെ കാണാൻ വേണ്ടിയാണ് തടിച്ചുകൂടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വോട്ട് ബാങ്കിലേക്ക് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സംശയം ഉണ്ടാകാം, പക്ഷെ വളരെ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ ഇതിലെല്ലാം ഉന്നയിച്ച സംശയം എന്ന് പറയുന്നത് വിജയ്ക്ക് ഇതാകുമോ എന്നുള്ള കാര്യമാണ്. ഇപ്പൊ ജനങ്ങളുടെ പിന്തുണ അവിടെ നിൽക്കട്ടെ, അതുണ്ടാകും. വിജയ് എന്ന വ്യക്തിക്ക് ഇതിനെ സാധിക്കുമോ, അതിനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടോ എന്നുള്ള കാര്യമാണ്. അത് അദ്ദേഹം പഠിച്ച് നടത്തുന്ന പ്രസംഗങ്ങൾ മാത്രമല്ല, അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഒരു തലവും കൂടെ ഉണ്ടല്ലോ. അത് അഭിനയിച്ചാൽ നേടാവുന്ന ഒരു കാര്യമല്ല. എത്ര പേർ കൂടെ നിന്ന് 4 വശത്ത് നിന്ന് പഠിപ്പിച്ചു കൊടുത്താലും നടക്കുന്ന കാര്യമല്ല. ഒരു വലിയൊരു സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ നോക്കുക, അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഒരു നാടിന്റെ പ്രശ്നങ്ങൾ അറിയുക, അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുക എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു കാര്യമാണ്. അത് അദ്ദേഹത്തിന് എത്രത്തോളം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം നല്ലൊരു നടനാണ്, പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ പഠിച്ചെടുക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ്. ഒന്നുമില്ലായ്മ ഇതെല്ലാം പഠിച്ചെടുത്തിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയവും അതുപോലെ വഴങ്ങുമെങ്കിൽ ഉറപ്പായും 10 വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ തുടരാൻ സാധിക്കും. ഈ തമിഴക വെട്രിക്കഴകം അല്ലെങ്കിൽ TVK എന്ന് പറഞ്ഞ ഒരു പാർട്ടിയെ മറ്റു പല പാർട്ടികൾ, ഈ പറഞ്ഞ BJP പോലുള്ള പല മുന്നണികളും ചേർത്ത് നിർത്താൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കരൂർ ദുരന്തത്തിന് ശേഷവും പൂർണ്ണ പിന്തുണയോടുകൂടി തന്നെ വിജയെ സമീപിക്കുകയും അല്ലെങ്കിൽ വിജയുടെ പാർട്ടിയെ സമീപിക്കുകയും ചെയ്യുന്ന നമ്മൾ കണ്ടിരുന്നു. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പാർട്ടികളുമായി ചേർന്ന് പോവുകയാണെങ്കിൽ വലിയ തിരിച്ചടികൾ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നില്ലേ വിജയ്ക്ക്? ഇനിയിപ്പോൾ വരുന്ന സമയങ്ങളിൽ പോലും അപ്രതീക്ഷിതമായി തുടക്കത്തിൽ ജനങ്ങൾ ചിലപ്പോൾ പിടിച്ചെന്നിരിക്കാം, അല്ലെങ്കിൽ നിർത്തിയെന്നിരിക്കാം, അല്ലെങ്കിൽ ചേർത്ത് പിടിച്ചെന്നിരിക്കാം. പക്ഷേ പിന്നീട് യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിനെ വിജയിപ്പിച്ചു വിട്ട ജനങ്ങൾക്കിടയിലേക്ക് തന്നെ തമിഴ്നാട്ടിൽ തന്നെ പലയിടങ്ങളിലും, എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ എല്ലായിടങ്ങളിലും ഇദ്ദേഹം മത്സരിക്കാൻ വേണ്ടിയിട്ട് നോമിനേഷൻ കൊടുക്കുന്നുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ സ്വാഭാവികമായും വിജയിക്കുന്നിടത്ത് എവിടെയാണോ വിജയിക്കുന്നത് അവിടെയുള്ള ജനങ്ങൾക്ക് തൃപ്തികരമായ ഭരണം ഇദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് മറ്റു പാർട്ടികളുടെ പിന്തുണ ഇല്ലാത്ത സാഹചര്യത്തിൽ അത് വലിയ തിരിച്ചടിയാകാൻ സാധ്യതയില്ലേ? മറ്റു പാർട്ടികളുടെ പിന്തുണ ഇതിൽ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ സ്റ്റാലിനെതിരെ, ഈ കരൂർ ദുരന്തത്തിന് ശേഷം സ്റ്റാലിനെതിരെയാണ് അദ്ദേഹം ആദ്യം തുറന്നടിച്ചത്. അതുപോലെ തന്നെ ഇപ്പോൾ BJP, എനിക്ക് തോന്നുന്നു വിജയ് അല്ല BJPയുടെ പിന്തുണ ആവശ്യപ്പെട്ട് പോകേണ്ടി വരും. തീർച്ചയായിട്ടും. കാരണം വിജയുടെ ഈ പറഞ്ഞ ആരാധക വൃന്ദത്തെ വേണ്ടി വരിക BJPക്കാണ്. BJPക്ക് വലിയ വേരോട്ടം കൊടുക്കാത്തൊരു മണ്ണാണ് തമിഴ്നാട്ടിലെ മണ്ണ് എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ടുള്ള അവരുടെ ഭാഷ, അവരുടെ സംസ്കാരം, ഇതിനെല്ലാം അവർ ഒരുപാട് മൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഹിന്ദിവൽക്കരണത്തിനെ എതിർക്കുന്നുണ്ട്. അതിന്റെ എല്ലാം ഭാഗമായി തന്നെ BJPക്ക് ഒരു വേരോട്ടം തമിഴ്നാട്ടിൽ കൊടുക്കില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ സ്റ്റാലിനെതിരെ വിജയ് തുറന്നടിച്ചു എന്നതുകൊണ്ട് സ്റ്റാലിന്റെ ഒരു വലിയ എതിരാളിയായി വിജയ് വരും എന്നുള്ളത് കൊണ്ട് BJP ഇതിന് പുറകെ പോകാൻ സാധ്യതയുണ്ട്. അത് ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു വിജയ് രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ച ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങളുടെ കൊളീഗ്സിനിടയിൽ ഞങ്ങളൊരു സംസാര വിഷയമായിരുന്നു. ഇപ്പൊ സ്റ്റാലിനെ താഴെയിറക്കാൻ വേണ്ടി വോട്ടിൽ ഒരു വിഭജിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിക്ക് വിജയ്ക്ക് സാധിക്കുമായിരിക്കും, BJPയുമായി ഒരു കൂട്ടുകെട്ടിലെത്താൻ സാധിക്കുമായിരിക്കും. പക്ഷെ അത്തരത്തിലൊരു നീക്കത്തിന് പോയാൽ തന്നെയും ഇവരുടെ ഈ കൾച്ചറും ഭാഷയും എല്ലാം ഒരു വലിയൊരു വിലങ്ങുതടിയാവുകയും അതുപോലെ തന്നെ BJPക്ക് വളർന്നു വരാൻ ഒരു ഇടമായി അത് ഒരുക്കാതിരിക്കുകയും ചെയ്യും. അത് തമിഴ്നാടിന്റെ ഒരു പ്രത്യേകത, അവിടുത്തെ രാഷ്ട്രീയ മണ്ണ് അങ്ങനെയാണ് എന്നത് തന്നെയാണ് പറയാനുള്ളത്.